യോഗ ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഉള്ളിലേക്ക് മാത്രം തിരിഞ്ഞ് സാധന ചെയ്യുന്നൊരു സമ്പ്രദായമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആത്മപ്രകാശം, ചൈതന്യം, നമ്മുടെ ഉള്ളിലുള്ള ആ പ്രകാശ സ്വരൂപം അല്ലെങ്കിൽ ആ സത്ത, നമ്മുടെ യഥാർത്ഥ സ്വരൂപം, ആ സ്വരൂപത്തിലേക്ക് ലയിക്കുന്ന അല്ലെങ്കിൽ അതുമായി ചേരുന്ന, അതുമായിട്ട് അതിനറിഞ്ഞ് ആ ചൈതന്യവുമായിട്ട് എപ്പോഴും ഇങ്ങനെ സദാ ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ, ഒരാനന്ദാവസ്ഥ. അതാണ് മെല്ലെ 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 ഒരു സാധകൻ എത്തിച്ചേരുന്നത്. അതിൻ്റെ ഓരോ അവസ്ഥകളെ നമ്മുടെ ഗുരുക്കന്മാർക്ക്, അനുഭവമുള്ള ഗുരുക്കന്മാർക്ക് അത് ഏതാണ് സമാധി അവസ്ഥ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ യഥാർത്ഥ വശങ്ങൾ എന്നൊക്കെ പേരിട്ട് വിളിക്കാനൊക്കെ അവർക്ക് കഴിയുണ്ടാവും. സാധാരണ സാധകനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് നമ്മൾക്കിങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ യോഗ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവിടെ അതിൽ ഈശ്വരനെ കുറിച്ച് തസ്യനാമം പ്രണവാണ്, ഓംകാരാണെന്നൊക്കെ പറയുന്നുണ്ട് പതഞ്ജലി മഹർഷി. ക്ഷേത്ര ആരാധന, അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു പ്രാധാന്യമാണ് ഇപ്പോൾ ഞാനിന്ന് എൻ്റെ ഒരു അറിവിൽ പറയണത് കേട്ടോ. ഇപ്പോൾ യോഗ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ കൂടുതൽ ധ്യാനത്തിന് പ്രാധാന്യമാണ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ മെഡിറ്റേഷൻ, ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ക്രിയകൾ, മൂല്യ അറിവ് എന്നുള്ള രീതിയിൽ സ്വാധ്യായം, യമനിയമങ്ങൾ, ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആസനാസുകൾ, അതുപോലെ പ്രാണസംബന്ധമായിട്ടുള്ള ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം എന്നുള്ള രീതിയിലും ഒരു കോൺസെൻട്രേഷൻ കിട്ടാനും ധ്യാനത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളുടെ ഒരു ഭാഗമായിട്ട് ശ്വാസപ്രശ്വാസയോർ ഗതിവിച്ഛേദ ഇതി പ്രാണായാമ എന്നുള്ള അതിൻ്റെ ആത്യന്തിക തലത്തേക്കൊന്നും എത്തിയില്ലെങ്കിലും ചെറിയ നാഡീശോധന, ഭ്രമരക്ക പോലെയുള്ള ചെറിയ പ്രാണായാമ രീതികൾ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ സാധാരണ പ്രാക്ടീസൊക്കെ ചെയ്ത് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ വൈദികമായിട്ടുള്ള സമ്പ്രദായങ്ങൾ, ക്രിയകൾ, താന്ത്രികമായിട്ടുള്ള ക്രിയകൾ, ഇപ്പോൾ യോഗശാസ്ത്രപരമായിട്ടുള്ള ക്രിയകൾ, ഇതിനെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ സുന്ദരമായിട്ട് സാധാരണയായിട്ട് നാം ചെയ്യാറുള്ള ഈ ക്ഷേത്ര ദർശനം, അതിൻ്റെ പ്രാധാന്യവും ഗൗരവവും മനസ്സിലാക്കിയിട്ട് ക്ഷേത്ര ദർശനം ചെയ്യുന്നത് ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഉപാസനയാണ്. അത് ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു ഉപാസനയും ചെയ്യാൻ അശക്തരായിട്ടുള്ള സാധാരണക്കാരുടെ ആധ്യാത്മിക ഉന്നതിക്ക് വേണ്ടിയിട്ട് ഗ്രാമങ്ങൾ തോറും നിരവധി ക്ഷേത്രങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത്. മറ്റ് ഉപാസനാ മാർഗങ്ങളിലെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ഇപ്പോൾ ഈ ആസനാസുകൾ, യമനിയമങ്ങൾ, പ്രാണായാമങ്ങൾ, ക്രിയകൾ, അത്രയൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ക്ഷേത്ര ദർശനത്തിന്. അത് ഗ്രാമത്തിൻ്റെ ആ ഒരു ജീവിതവുമായിട്ട്, ഗ്രാമത്തിൽ അതായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിട്ടാണ് അതിനൊരു പ്രാധാന്യമുള്ളത്. സമൂഹത്തിൽ അതിൻ്റെ പ്രാധാന്യം ഗ്രാമത്തിൽ അങ്ങനെ ബന്ധപ്പെട്ടിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, നിരവധി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അതാത് സ്ഥലത്താണ് കേട്ടോ. ഓരോ ഇന്നൊരു ദേവന് നമ്മുടെ നാട്ടിൽ ഇഷ്ടമുള്ള ഭക്ഷണമാണ് ഉള്ളതുപോലെയല്ല ഇപ്പോൾ വേറെ സ്ഥലത്തുണ്ടാവും. അപ്പോൾ UP-യിൽ ഭഗവാൻ കൃഷ്ണന് കൊടുക്കുന്നത് ഇവിടെ കൊടുക്കുന്ന പഞ്ചാര പായസമല്ലല്ലോ. അല്ലെങ്കിൽ വേറെ അന്യന്യ ഓരോരോ സംസ്ഥാനങ്ങളിൽ ചെല്ലുന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണൻ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾക്ക് വ്യത്യസ്ത അതാത് സ്ഥലങ്ങളിലുള്ള അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അങ്ങനെയാണല്ലോ അതിന് ആരാധന സമ്പ്രദായം ഉള്ളത്. ഇപ്പോൾ കേരളത്തിലുള്ള ക്ഷേത്രങ്ങളിൽ ഉള്ള പ്രസാദം നിവേദ്യമായിട്ട് വയ്ക്കുന്നതല്ല മറ്റുള്ള സ്ഥലങ്ങളിലുള്ളത്. അപ്പോൾ അതുപോലെ അത് ആ സമൂഹമായിട്ട് അവിടെയായിട്ട് അവിടുത്തെ വ്യക്തികളും ആ നാടിൻ്റെ ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് പൂർവികർ മെനഞ്ഞെടുത്തിട്ടുള്ള ഈ ഒരു ലളിതമായിട്ടുള്ള സമ്പ്രദായമാണത്. അത് ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും വളരെ ശ്രദ്ധാപൂർവം, വളരെ ബോധപൂർവം അതിങ്ങനെ ആചരിക്കേണ്ടതാണ്. അവിടുത്തെ ആചാര്യന്മാർ അല്ലെങ്കിൽ ക്ഷേത്ര മേൽശാന്തിയോ ക്ഷേത്രത്തിൻ്റെ ആചാര്യനോ അതൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തി വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. അങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിനും
അതുപോലെ ആ സമാജത്തിനും മെല്ലെ മെല്ലെ അത് നമ്മുടെ ആ രാജ്യത്തിന് മൊത്തം ഒരു അഭിവൃദ്ധി ഉണ്ടാക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിൻ്റെ ഈ ആധ്യാത്മികമായിട്ടുള്ള ഒരു ലക്ഷ്യമായിട്ട് പറയണത്.